കൊച്ചി നഗരത്തിൽ വൻ തീപിടുത്തം. എറണാകുളം ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിതിൻ തോമസ് ചേരുന്നുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ടൗൺ ഹാളിനോട് ചേർന്നാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ജയലക്ഷ്മി രാവിലെ 3 മണിയോട് കൂടിയിട്ടായിരുന്നു എറണാകുളം നോർത്ത് ടൗൺ ഹാളിനോട് ചേർന്ന യൂസ്ഡ് ഫർണിച്ചർ ഷോറൂം, യൂസ്ഡ് കസേരകളും മറ്റും വിൽക്കുന്ന യൂസ്ഡ് കസേരകൾ എടുത്ത് അത് നന്നാക്കി വിൽക്കുന്ന കടയാണ്. അത്തരത്തിലൊരു കടയ്ക്കാണ് വൈകുന്നേരം രാവിലെ 9 മണി, പുലർച്ചെ 9 മണിയോട് കൂടിയിട്ട് ഇത്തരത്തിലൊരു തീ പിടിച്ചത്. വലിയ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. അതിനുശേഷം ഉടനടി തന്നെ സമീപത്ത് ഈ പത്രത്തിൻ്റെയൊക്കെ ആളുകൾ പത്രം എടുക്കാൻ പോകുന്നതൊക്കെ ഒരു സമയമായതുകൊണ്ട് തന്നെ അവർ അത് പെട്ടെന്ന് കണ്ടിരുന്നു ഇത്തരത്തിൽ തീ പിടിക്കുന്നത്. ഉടനടി തന്നെ ഫയർഫോഴ്സിനെയും മറ്റ് സംവിധാനങ്ങളെയും അറിയിച്ചതുകൊണ്ട് തീ നിലവിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. നിലവിലും തീ ചെറുതായിട്ട് കത്തുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സമീപ പ്രദേശത്ത് തന്നെ 3ഓളം പെട്രോൾ പമ്പുകളുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഈ 3 പെട്രോൾ പമ്പുകളും പ്രവർത്തിക്കുന്നത്. അതാണ് നിലവിൽ ചെറിയൊരു ആശങ്ക പ്രദേശത്ത് പരത്തിയത്. ഉടനടി തന്നെ 5ഓളം യൂണിറ്റുകളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ 3 മണി സമയത്ത് തന്നെ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധ്യമായി. ഈ സമീപ പ്രദേശത്ത് തന്നെ സർജിക്കൽ യൂണിറ്റ്, അതായത് സർജിക്കൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് കൂടിയുണ്ട്. അതിലേക്കും തീ പടരുമോ എന്നുള്ളൊരു ആശങ്ക വന്നതും പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. കാരണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തീ പടരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഈ സമയത്തും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ വന്നേനെ. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഈ കടയുടെ ഉടമ ചേരുന്നുണ്ട്. കടയുടെ ഉടമയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എപ്പോഴാണ് അറിഞ്ഞത് ഇത്തരത്തിലൊരു തീ പിടിച്ചു എന്നുള്ളത്? ഒരു 3:30 മണിയായപ്പോൾ പറഞ്ഞു. ഫർണിച്ചർ, കൂടുതലും ഓഫീസ് ചെയർസാണ്. ഇല്ല, ഇതെന്തോ ആരെങ്കിലും എൻ്റെ ഊഹം വല്ല കള്ളന്മാർ കയറിയതായിരിക്കണം. കാരണം മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് പോവാറ്. ഇന്നലെ 10:30 മണി വരെ ഞാൻ ഉണ്ടായിരുന്നതാണ്. ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ഡോർ ഇതിനു മുമ്പ് കള്ളം വന്നായിരുന്നു. അപ്പോൾ പൊളിച്ച് അവർ കുറച്ച് ടൂൾസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം 10,000 അങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്തെങ്കിലും അവിടെ ഇരുട്ടായതുകൊണ്ട് അവർ വല്ലതും കത്തിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടാവും. ലൈറ്റർ വരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വന്നേക്കാനാണ് ചാൻസ്. സിലിണ്ടർ ചായക്ക് ചായ ഒഴിപ്പിക്കണ ഒരു സിലിണ്ടർ ഉണ്ട്. അത് ഫുള്ളല്ല, എന്നാലും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതെല്ലാം പെട്ടെന്ന് ദൈവത്തിൻ്റെ കുഴപ്പമില്ല. അതെ, അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വരാനുള്ളതൊക്കെ വഴി തങ്ങൂല എന്നല്ലേ. ഓക്കെ, ഏതൊക്കെ വരുമല്ലോ, കുഴപ്പമില്ല. ഇതല്ലെങ്കിൽ വേറൊരു വഴി വരും. അത് തന്നെയാണ് ജയലക്ഷ്മി. അതായത് ഈ സമീപ പ്രദേശത്ത് പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ടായിരുന്നാണ് ആശങ്ക പരത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് കടയുടമയാണ്. അപ്പോൾ അത്തരത്തിൽ തീ പിടിക്കത്തക്ക രീതിയിലുള്ള സാധനങ്ങളൊന്നും കടയ്ക്കുള്ളിലില്ല. ഇത് പ്രധാനമായിട്ടും ഈ ഓഫീസുകളിൽ മറ്റും ഉപയോഗിക്കുന്ന കസേരകളൊക്കെ പുതുക്കി പഴയതെടുത്ത് പുതുക്കി നൽകുന്ന കടയാണ്. അത്തരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവിടെ ഈ പറയുന്ന കൂട്ട് ഒരു കള്ളൻ കയറിയ സംഭവം മാത്രമാണ് ഇത് ആ ഉടമ പറയുന്നുണ്ടായിരുന്നു കള്ളൻ കയറിയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫോ അങ്ങനെ രാത്രിയിൽ സ്റ്റാഫൊന്നും അവിടെ തങ്ങുന്ന ഒരു അവസ്ഥയില്ല അല്ലേ? അപ്പോൾ ആർക്കും പരിക്കുകളോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടോ?